ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തന്നു, ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം കാണിച്ചു തന്നു. ഇന്ന് രാത്രി വീട്ടിൽ ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടെ മന്തി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മന്തിയാണ് ഞാൻ കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഷുഗർ രോഗിയായ നിങ്ങൾക്കുള്ളതല്ല മന്തി. എൻ്റെ ഷുഗർ നോർമൽ ആയതുകൊണ്ടാണ് ഞാൻ മന്തി കഴിക്കുന്നത്. വിനീതമായി പറയുന്നു. ഇതെന്തെങ്ങനെ കാണിക്കാൻ കാരണം, ഇതും ഞാൻ മറ്റേത് മാത്രം കഴിച്ചിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. നിങ്ങളും ഇതുപോലെ തന്നെ കഴിച്ച് മുന്നോട്ട് പോകും. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ പറയുന്നത്. ഇത് മന്തി റൈസാണ്. ഇത് പുതിന എല്ലാം കൂടിയൊരു ചട്നിയാണ്. ഇത് നല്ലൊരു സലാഡാണ്. ഇത് നല്ല ചിക്കനാണ്. എനിക്ക് ഇത്ര മതി. ഒരു 10 പീസുണ്ട്. അത്യാവശ്യം നല്ലൊരു ഇത്. ഷുഗർ രോഗി ആയ ആള്, ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആള് ഇൻസുലിൻ നിർത്തിയിട്ടാണ് ഷുഗർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടി മരുന്ന് കഴിച്ചുകൊണ്ട് നിന്ന സ്ഥിരമായിട്ടുള്ള രോഗി പ്രത്യേകം മനസ്സിലാക്കണം. എൻ്റെ ഓരോ വാക്കും ഓരോ വീഡിയോയിലും പ്രത്യേകം ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം, ഞാനിതിപ്പോൾ കാണിക്കണത് ഞാൻ ആ സലാഡും ആ ചിക്കനും അങ്ങനെ മാത്രമല്ല, ഇതും പൊറാട്ടയും ബീഫും അതേപോലെ തന്നെ ബിരിയാണിയും ഒക്കെ കഴിക്കാമെന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ കഴിക്കുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കഴിക്കുന്നത്. ഇത് മന്തിയാണ്, ഇത് ചിക്കൻ പൊരിച്ചതാണ്, ഇത് സലാഡാണ്. രാത്രിക്കത്തെ ഭക്ഷണം ആവശ്യത്തിന്. മറ്റേ നമ്മളൊക്കെ ഇത്ര നിറച്ചത് തിന്നീനിത്. ഇത് ഫുള്ളാക്കിയിട്ട് എന്നിട്ട് തികയില്ല, വീണ്ടും കുറച്ചുകൂടി ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി പറയും. അപ്പം നമ്മൾ വയറിന് ആവശ്യത്തിനല്ല, നമ്മൾ വിശപ്പിനല്ല കഴിച്ചത്. വിശപ്പിനല്ല കഴിച്ചത്, മറിച്ച് കണ്ടമാനം കഴിച്ചു കൂട്ടി. കാരണം കാർബോഹൈഡ്രേറ്റാണ് ഇപ്പോൾ ഇത്. അരി ഭക്ഷണങ്ങൾ കാർബോഹൈഡ്രേറ്റാണ്. എന്തെല്ലാമാണ് കഴിക്കാതെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ടേ നിൽക്കും ഓരോ വീഡിയോസും. അപ്പോൾ എൻ്റെ ഓരോ വീഡിയോ നിങ്ങൾ കണ്ടാലാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടതിൻ്റെ ശേഷം മനസ്സിലായതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സംസാരങ്ങൾ മുഴുവനും കേട്ടതിൻ്റെ ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇതും ഞാൻ കഴിക്കുന്നത് പോലെ തന്നെ ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്ന പ്രത്യേകം പറഞ്ഞു, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ കൺട്രോൾ ചെയ്ത് മൊത്തത്തിൽ ലെവലായതിൻ്റെ ശേഷമാണ് ഞാനിത് കഴിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്കിത് കഴിക്കാൻ കഴിയും. പക്ഷെ തുടക്കത്തിൽ തന്നെ നമ്മൾ അസുഖം മാറ്റാതെ നമ്മൾ ഇതിലേക്ക് പോയാൽ പിന്നെ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം കൊണ്ട് ഒരു കാര്യം കിട്ടൂല. അതാദ്യമേ പറഞ്ഞുതരാം, ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ ഒന്ന് ക്ഷമിക്കും. ഒരു മാസം കൃത്യമായി ക്ഷമിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട്, വയറ് നിറച്ചുകൊണ്ട്, പട്ടിണി കിടന്നുകൊണ്ടല്ല, വയറ് നിറച്ചുകൊണ്ട്, ഇൻസുലിൻ ഒഴിവാക്കിക്കൊണ്ട്, മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായി ഒരു മാസം ഭക്ഷണം മരുന്നാക്കി കഴിച്ചുകൊണ്ട് ഒരു മാസം കഴിച്ചു കൂട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചില്ലറ ചേഞ്ചുകൾ വരുത്താൻ പറ്റും. അത് ഞാൻ പിന്നെയാണ് പറഞ്ഞുതരിക. അതിപ്പോൾ തന്നെ പറഞ്ഞാൽ അത് നിർത്തും ചെയ്യും, പിന്നെ അതും ഫോളോ ചെയ്യും, ഇതും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും, മൊത്തത്തിൽ താറുമാറാവും. നമ്മളൊരു രീതി സ്വീകരിക്കുകയാണെങ്കിൽ ഒരേ രീതി സ്വീകരിച്ച് ഒരു മാസക്കാലം കൃത്യമാക്കണം. ഇത് ഞാനിപ്പോൾ കാണിച്ചെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഞാൻ ഇതും കഴിക്കും, ബിരിയാണിയും കഴിക്കും, പൊറാട്ടയും കഴിക്കും എന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ അവർക്കൊരു തെളിവ് എന്നുള്ള നിലക്കാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യം വരില്ല. കല്യാണത്തിന് പോയാൽ മാറി നിൽക്കണ്ട, ഒരു വിരുന്ന് പോയാൽ മാറി നിൽക്കണ്ട, ടൂറ് പോയാൽ മാറി നിൽക്കണ്ട, ഒന്നും മാറി നിൽക്കണ്ട. എന്നാൽ അസുഖമുള്ള ആളുകൾ തീർച്ചയായും അസുഖം മാറുന്നത് വരെ, ഒരു മാസം എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു മാസം മാത്രമല്ല ഇതിന് വേണ്ടത്. നമ്മളെ ജീവിതത്തിലത്തെ ഷുഗർ കൺട്രോൾ ആകുന്നത് വരെ. കാരണം നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ അടിഞ്ഞു കൂടിയ കൊഴുപ്പ്, ഷുഗറിൻ്റെ അളവ്
കണ്ടമാനമാണ്. കാരണം ചെറുപ്പം മുതൽ നമ്മൾ കഴിക്കൽ തുടങ്ങിയതാണ് ഇത് കാർബോഹൈഡ്രേറ്റ്. വയറ് നിറച്ച് ചെറുപ്പം മുതൽ നമ്മളെ മക്കൾക്ക് നമ്മളിപ്പോൾ കൊടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മളെ മാതാപിതാക്കൾ നമുക്ക് തന്നതും നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതും. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് ആ മരുന്നിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിജയിച്ചു. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുക. ഇന്നത്തെ ഭക്ഷണമാണ് എൻ്റെത്. എൻ്റെ ഭക്ഷണമാണ് നല്ല മന്തി റൈസ് ഉണ്ട്, സലാഡുണ്ട്, ചിക്കൻ ഉണ്ട്, നല്ല 1-2 ഗ്ലാസ് വെള്ളം. എന്നിട്ട് കിടക്കാൻ നേരത്ത് ഞാൻ ഒരു ഗ്ലാസ് പാലും കുടിക്കും. അത് ഞാൻ വേറെയും കാണിക്കും. ഇതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ എന്തിനാ പേടിക്കണത്? എല്ലാം കഴിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഷുഗർ മാറുന്നത്. പിന്നെ എവിടെ നമ്മൾ പേടിക്കണത്? മറ്റേത് നമ്മൾ എന്താണ്, ഇൻസുലിൻ കുത്തിയതിൻ്റെ ശേഷം വീർ നമ്മൾ എന്താ കഴിക്കണത്? ഇൻസുലിൻ, കാർബോഹൈഡ്രേറ്റ്. അപ്പം നമ്മൾ അസുഖം മാറൂല. ഇൻസുലിൻ മരിക്കുന്നത് വരെ കുത്തണം, ഗുളിക മരിക്കുന്നത് വരെ കഴിക്കണം. എനിക്കൊരു കുടുംബക്കാരത്തിൻ്റെ പെങ്ങളാ, അവർക്ക് ഗുളിക കഴിക്കും, നിർത്തൂല, ഭക്ഷണം മുഴുവൻ കഴിക്കുകയും ചെയ്യും. എന്നിട്ടോ 200, 250, 250, 300, 350 പറഞ്ഞാണ് നടക്കുക. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. എങ്ങനെ ഞങ്ങൾ മരുന്നും കഴിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അല്ല, മരുന്ന് കഴിച്ചാലും പിന്നെ നിങ്ങൾ ഇതിങ്ങനത്തെ പോലെ ഇത് ഒഴിവാക്കണില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഭക്ഷണ രീതിയിൽ ഷുഗറിന് ഗുളിക കുടിക്കുന്ന ആളുകൾ ഗുളിക മാറ്റി വെച്ചുകൊണ്ട് വേണം ഈ ഭക്ഷണം തിന്നാൻ. അതേപോലെ തന്നെ ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ ഇൻസുലിൻ നിർത്തിയിട്ട് വേണം പിറ്റേന്ന് ഭക്ഷണം തുടങ്ങാൻ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് പെട്ടെന്ന് താഴുകയും അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഉത്തരവാദി നിങ്ങളായിരിക്കും. എന്തിനാ ഇതിങ്ങനെ പറയണത്? വിവരമില്ലാതെ പല കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഈ ഗുളിക ഒഴിവാക്കി മനസ്സിലാക്കിയതിൻ്റെ ശേഷമാണ് ഈ ഭക്ഷണം ചെയ്തത്. ഇത് ഭക്ഷണമാണ്, വിഷമല്ല. പക്ഷെ എന്തുണ്ട്, കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കാത്തത് കൊണ്ട് കാർബോഹൈഡ്രേറ്റ് ചെല്ലാത്തത് കൊണ്ട് ഷുഗർ ലെവൽ കുറയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാർബോഹൈഡ്രേറ്റ് നമ്മളിത് കഴിക്കണമെന്നും കാർബോഹൈഡ്രേറ്റ് ഇല്ല, ഇതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണ് ഷുഗർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാണ് ഞാൻ അത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്കെന്തില്ല, ഷുഗർ നോർമലാണ്, എല്ലാം കാണിച്ചു തന്നു, വളരെ ക്ലിയറാണ്. അപ്പോൾ എനിക്കിന്നത് കഴിക്കുന്നതിന് യാതൊരു വിരോധമില്ല. എനിക്കറിയാം, നിൻ്റെ അനുഭവമാണ്. നിങ്ങൾക്കും അത് തീർച്ചയായിട്ടും അനുഭവത്തിൽ പെടും. അതുകൊണ്ട് ക്ഷമിക്കുക. ഇപ്പം നിങ്ങളിത് കഴിക്കരുത്. ആര്? എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കി ഞാൻ കഴിക്കുന്നത് പോലെ നിങ്ങൾ കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നവർ എങ്കിൽ, നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന ആളാണെങ്കിൽ ഇൻസുലിൻ നിർത്തണം, ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്നവർ ഷുഗറിൻ്റെ ഗുളിക നിർത്തണം. എന്നിട്ട് വേണം ഈ ഭക്ഷണം കഴിക്കാൻ. ഈ ഭക്ഷണം രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തതുപോലെ ചെയ്താൽ, നിങ്ങൾ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നിങ്ങളെ ബ്ലഡ് ചെക്ക് ചെയ്താൽ നിങ്ങളെ വ്യത്യാസം മനസ്സിലാകും. 1 മാസം കഴിയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഷുഗർ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ ഭയപ്പെടേണ്ടതില്ല. സമാധാനപരമായി ക്ഷമയോടുകൂടെ ഇതിനെ മരുന്ന് നമ്മൾ കഴിക്കുന്നത് മരുന്ന് കഴിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാനാണ്. മരുന്ന് കഴിക്കുന്നത് കൊണ്ട് മാറിക്കിട്ടുന്നില്ല. മരുന്ന് ഇഞ്ചക്ഷൻ അടിക്കുന്നത് കൊണ്ട് ഇഞ്ചക്ഷൻ അടിക്കുന്നതുകൊണ്ട് മാറിക്കിട്ടുന്നില്ല, കൺട്രോൾ ആകുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ ഭക്ഷണം ഞാൻ അതൊക്കെ ചെയ്യാതെ തന്നെ ഇതിലേക്ക് കടന്നത് കൊണ്ട് എൻ്റെ അസുഖം മാറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ റിസൾട്ട് കാണിച്ചു തന്നു. ഡോക്ടർ വരെ പറഞ്ഞെന്താ, മരുന്ന് ചെയ്താലത് നിങ്ങൾക്കില്ല. എന്നോട് ഉച്ചക്കത്തതും 2 മണിക്കൂർ കഴിഞ്ഞതും രാവിലെ ഭക്ഷണം കഴിക്കാത്തത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് അതും ചെയ്ത് അതിലും നോർമലാണ്. ഇതാണ് എൻ്റെ തെളിവ്. ഇതിലപ്പുറം എനിക്ക് തെളിവ് വരാൻ പറ്റില്ല. ഞാനൊരു ഡോക്ടറല്ല, ഒന്നുമല്ല. പ്രാക്ടിക്കലായി എല്ലാം മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തു നോക്കി. 2-3-4 മാസം, 1 വർഷമായിട്ട് ഞാൻ ചെയ്തു നോക്കി. 1 വർഷമായിട്ട് ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, മരുന്ന് കുടിക്കാതെ തന്നെ നമുക്ക് മുന്നിലേക്ക് ജീവിച്ചു പോകാൻ പറ്റും. കാരണം മരുന്ന് കുടിച്ചാലും നമ്മൾ കൺട്രോൾ ചെയ്യാണ്. അപ്പം നമ്മൾ മരുന്ന് കുടിക്കാതെ ഭക്ഷണം കഴിച്ചാണ്ട് കൺട്രോൾ ചെയ്താൽ അതല്ല ഏറ്റവും നല്ലത്.
എന്ന തീരുമാനത്തിലെത്തിയ അടിസ്ഥാനത്തിൽ എൻ്റെ സന്തോഷം നിങ്ങൾക്കും പങ്കുവെക്കുന്നു. നിങ്ങൾക്കിത് സ്വീകാര്യമാണ് എങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ മുന്നിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലാതെ ഇഞ്ചക്ഷനും അടിക്കുക, ഗുളികയും കുടിക്കുക എന്നിട്ട് ഇതും ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുറഞ്ഞോളി ഇത് ഗ്ലൂക്കോസ്. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നിർത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, മനസ്സിലാക്കുക. ഇനിയും ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തന്നു, ഉച്ചക്കത്തെ ഇത് കാണിച്ചു തന്നു, രാത്രിക്കത്തെ കാണിച്ചു തന്നു. രാത്രിക്കത്തെ ഇത് ഞാനിത് ഷുഗർ രോഗിൻ്റെ മുന്നിൽ നിന്ന് മാറ്റുന്നു. ഷുഗർ രോഗി മാത്രം ഇത് മാത്രം കഴിച്ചാൽ മതി. ഷുഗർ രോഗി ചിക്കൻ കഴിക്കുക, ബീഫ് കഴിക്കുക, മട്ടൺ കഴിക്കുക, മുട്ട കഴിക്കുക, ആംലെറ്റ് കഴിക്കുക, ബ്രോസ്റ്റ് കഴിക്കുക. അതേപോലെ തന്നെ ഈ സലാഡ് കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ട് പച്ചക്കറിൻ്റെ നല്ല ഉപ്പേരി, ഇലൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചൈനീസുകൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇലവർഗ്ഗങ്ങളെ കറികളായിട്ടും എന്തായിട്ടും ഉണ്ടാക്കാൻ പറ്റും. പച്ചക്കറികൾ ഏത് ഉപയോഗിക്കാം. പച്ചക്കറികളിൽ തന്നെ ഈ ഉപയോഗിക്കാൻ പറ്റാത്തതുണ്ട് നമുക്ക് ഷുഗർ രോഗികൾക്ക്, അത് ഒഴിവാക്കണം. അത് ഞാൻ ഒരു ലീസ്റ്റായിട്ട് വേറെ പറയും. ഇതിപ്പോൾ ഭക്ഷണം ആയതുകൊണ്ട് ഇത് കാണിച്ചു തന്നത് മാത്രം. അതുകൊണ്ട് ഇത് എല്ലാവരും മനസ്സിലാക്കുക. 1-2 ഉരുളിട്ട് കാണി ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നുകൊണ്ട് ഇത് നിർത്തും. മറ്റേ പിന്നെ നിങ്ങൾക്ക് കാണിച്ചതിൻ്റെ ആവശ്യമില്ല. ചോറാണ് ഞാൻ കഴിക്കുന്നത്, ബിരിയാണി, മന്തി, റൈസ്. ഇത് ഞാൻ മുഴുവൻ കഴിച്ച് കാണിച്ച് വരുന്ന വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ സത്യസന്ധമായിട്ടാണ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കഴിച്ചത്. ഇത് ഫുള്ളായിട്ട് കഴിക്കും, ഇനി ഇടൂല. ഇത് പാകമാണ്, ഇതും പാകം തന്നെ ഏറെയാണ്. ഇത്രയും കഴിക്കേണ്ടത് 2 കപ്പ് മാത്രം മതി. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. എൻ്റെ ആവശ്യത്തിന് ഞാൻ കഴിക്കലുണ്ട്. ഇൻഷാ അള്ളാ നിങ്ങൾ അസുഖങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റും. അത് മാത്രമല്ല വയറ് കുറയും, ഒരുപാട് അസുഖങ്ങൾക്ക് മാറ്റം കിട്ടും. എൻ്റെ വീഡിയോസ് ഈ ഷുഗറിനെ പറ്റിയിട്ട് വിശദീകരിച്ചുകൊണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടും പ്രാക്ടിക്കലായിട്ട് ആണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് എക്സസൈസുകളുണ്ട്, അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതുമായ കാര്യങ്ങളാണ്. അത് നിങ്ങൾ കാണാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് എത്തിക്കാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.